എൻ്റെ പേര് റവറണ്ട് എൻ ക്രിസ്തുദാസ്. ഞാനിപ്പോൾ ദക്ഷിണ കേരള മഹായിടവകയുടെ CSI മലഞ്ചുറ്റ് സഭയുടെ ശുശ്രൂഷകനായി 3 വർഷമായി തുടരുകയാണ്. എൻ്റെ മാതൃസഭ പേരുമ്പക്കോണം ഡിസ്ട്രിക്റ്റിലെ കാനക്കോട് സഭയാണ്. എൻ്റെ ദൈവവിളിയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിൻ്റെ ഒരു മഹാകാരുണ്യമെന്നേ എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു വൈദികനാകാനുള്ള യാതൊരുവിധമായ സാഹചര്യങ്ങളും എനിക്ക് ഇല്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്നോണം ആ ദൈവവിളിയുടെ ആദ്യ വെളിപാട് അല്ലെങ്കിൽ അതിൻ്റെ ബോധ്യം എൻ്റെ അമ്മയ്ക്കാണ് ലഭ്യമാകുന്നത്. 6 മക്കളിൽ 5ാമനായി ഞാൻ പിറക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു പനിയുടെ പ്രയാസം വരികയും മരണപ്പെട്ടു പോകുമെന്ന് അവർ കരുതുകയും ചെയ്തു. അക്കാരണത്താൽ എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയെ വിളിച്ച് എനിക്ക് ക്രിസ്തുദാസ് എന്ന് പേര് നൽകണം എന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ നിർദ്ദേശിക്കാനുള്ള കാരണം അന്ന് എൻ്റെ ഇടവകയിലെ ശുശ്രൂഷകനായിരുന്നത് ഈ പേരിലുള്ള ഒരു സുവിശേഷകനായിരുന്നു. പിന്നെ അദ്ദേഹം അച്ഛനായി തീർന്നു. തുടർന്ന് അമ്മ ചേച്ചിയോട് പറഞ്ഞു, ഇതുപോലെ ഒരു ശുശ്രൂഷകനാക്കി എന്നെ തീർക്കണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ പല ഞങ്ങളുടെ സഭയിലുള്ള വിശ്വാസികളും ക്രിസ്തുദാസ് ഉപദേശി എന്ന് കളിപ്പോക്കിനെ എന്നെ പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആ വിധത്തിലൊരു ശുശ്രൂഷകനായി വളർന്നു വരുന്നതിനുള്ള ഒരു സാഹചര്യമില്ല. എൻ്റെ പപ്പ ഒരു സാധാരണക്കാരനാണ്, കൂലിപ്പണിക്കാരനാണ്. എല്ലായ്പ്പോഴും ഒന്നിലധികം കന്നുകാലികൾ ഞങ്ങളുടെ ഭവനത്തിലുണ്ടാകും. അപ്പോൾ അതിൻ്റെ പരിപാലനമാണ് പ്രധാനമായ ഞങ്ങളുടെ ചുമതല. ആ കാരണത്താൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞങ്ങളോടൊന്നും ആരും അന്വേഷിക്കാറില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിയുമ്പോഴും ഇനി എന്താണ് മുമ്പോട്ടുള്ളത് എന്ന ചിന്ത കുടുംബത്തിലുണ്ടാകുകയും അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശമുണ്ടായി, ആശാരിപ്പണി പഠിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പണി പഠിച്ചിട്ട് ആശാരിപ്പണിയോടൊപ്പം തന്നെ സുവിശേഷ വേല ചെയ്യുക എന്നതാണ്. അപ്പോൾ എൻ്റെ പപ്പയുടെയും ജ്യേഷ്ഠൻ്റെയും ആഗ്രഹം ഞാനൊരു മേസ്തിരി പണിക്കാരനാകുക എന്നതാണ്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് എൻ്റെ ജ്യേഷ്ഠനോടൊപ്പം ചേർന്ന് തൃശ്ശൂരിൽ ജോലിക്ക് വേണ്ടി കടന്നുപോയി. അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ മധ്യത്തിൽ എൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിച്ചു. ഞാൻ പരാജയപ്പെട്ടു എന്ന് മനസ്സിലായി. പക്ഷേ എൻ്റെ ഉള്ളിൽ പഠിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം. അന്ന് 2 മാസക്കാലം ഞാൻ അവിടെ അധ്വാനിച്ച് ഒരു ജോഡി ഡ്രസ്സ് എടുത്തു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് എന്നത് അപ്പോഴാണ് എനിക്ക് ആദ്യമായി ലഭിക്കുന്നത്. തുടർന്ന് ഒരു 1050 രൂപ ഞാൻ എൻ്റെ പപ്പയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 10ാം ക്ലാസ് ജയിക്കണം, പപ്പ മാസം തോറും 50 രൂപ വച്ച് ഇത് എനിക്ക് തിരികെ തരണം. അങ്ങനെ ഞാനൊരു പാരലൽ കോളേജിൽ പോയി 10ാം ക്ലാസ് ജയിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് വീണ്ടും സമ്മർദ്ദം ഏറി 10ാം ക്ലാസ് ജയിച്ചല്ലോ, പഠിച്ചതൊക്കെ മതി, ഇനി സഹോദരിമാരുടെ വിവാഹങ്ങൾ അതിനെ പപ്പയെയും അണ്ണനെയും കൊണ്ട് മാത്രമായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു പഠിക്കണം, മുമ്പോട്ട് പോകണം എന്നുള്ള ഞാനിന്നത് തിരിച്ചറിയുന്നത് അത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രേരണ, ദൈവാത്മാവിൻ്റെ ഒരു വലിയ ഇടപെടൽ അതിനകത്തുണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ ഞാൻ ഒരു വഴി കണ്ടെത്തി. ആ ഒരു 10ാം ക്ലാസ് പാസ്സായതിന് ശേഷം 1 വർഷക്കാലം ഞാൻ ടാപ്പിംഗ് തൊഴിൽ പഠിക്കുകയും അങ്ങനെ ആ ദേശത്ത് അറിയപ്പെടുന്ന ഒരു ടാപ്പിംഗ് തൊഴിലാളിയായി ഞാൻ മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാൻ ടാപ്പിംഗ് തൊഴിൽ ചെയ്ത് പാരലായിട്ട് തന്നെ PDC വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് ഡിഗ്രി ആദ്യത്തെ വർഷം പഠിക്കുമ്പോൾ തന്നെ എൻ്റെ പപ്പയുടെ മരണം സംഭവിക്കുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഏറുകയായിരുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക വരുമാനം പപ്പയുടെ വെറ്റില കൃഷിയായിരുന്നു. അപ്പോൾ പപ്പ മരണപ്പെട്ടതോടുകൂടെ ആ വെറ്റില അമ്മയ്ക്കാകെ വിഷമമായി. ഇനി കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നത്? അപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ്
ടാപ്പിംഗ് തൊഴിൽ ചെയ്യുകയും പകല് പഠിക്കാനായിട്ട് പോവുകയും വൈകുന്നേരത്ത് വെറ്റില കൃഷിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. സത്യത്തിൽ ഞാനിപ്പോൾ വളരെ വളരെ വികാരപരമായി ഓർക്കുന്ന ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ ഞാൻ ഇത്ര അധ്വാനിച്ചിട്ടാണ് 10 മണി വരെ ഞാൻ അധ്വാനിക്കും. പിന്നെ പെട്ടെന്ന് റെഡിയായി അവിടെ ട്യൂഷൻ സെൻറ്ററിൽ എത്തുമ്പോൾ ഒരു 11-11:30 മണി ആകും. അവിടെ ചെന്ന് സുഖമായിട്ട് ഒരു പക്ഷേ ക്ലാസ്സിൽ ഉറങ്ങുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എൻ്റെ സാഹചര്യം അറിയാവുന്ന അധ്യാപകരാരും എന്നെ താക്കീത് ചെയ്യുകയോ എന്നെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ ഇപ്പോഴും ഓർക്കുന്ന എൻ്റെ സഹപാഠികളായ സഹോദരിമാർ അതാത് സമയത്തുള്ള നോട്ടുകൾ എനിക്ക് എഴുതി എന്നെ സഹായിക്കാറുണ്ട്. അപ്പോൾ ആ നോട്ടുകളെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ച് ടാപ്പിംഗ് തൊഴിലില്ലാത്ത 2 മാസക്കാലം പരീക്ഷയ്ക്ക് മുമ്പ് എനിക്ക് ലഭിക്കും. ആ സമയത്ത് പഠിച്ച് ഡിഗ്രിയും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയായ റിസൾട്ട് വരുമ്പോൾ എൻ്റെ ഇടവകയിലുള്ള ഇന്ന് വെള്ളറട ഡിസ്ട്രിക്ട് ചെയർമാനായിരിക്കുന്ന DR ധർമ്മരാജ് അച്ഛൻ എന്നോട് ചോദിച്ചു, എന്താണ് അടുത്ത പദ്ധതിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു വൈദികനാകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനമുണ്ട് എങ്കിലും എനിക്കങ്ങനെ ഒരു തീരുമാനം വരാനുള്ള കാരണം, ഞാൻ എൻ്റെ സഭയെ നോക്കിക്കാണുന്നത് എൻ്റെ ഒരു പോറ്റമ്മ എന്ന നിലയിലാണ്. വളരെ ദീർഘവർഷമായി എൻ്റെ പപ്പ ആ ഇടവകയിലെ കപ്പ്യാരാണ്. എനിക്ക് ഓർമ്മ വച്ച കാലം തൊട്ട് തന്നെ പപ്പ ആ സ്ഥാനത്തിരിക്കുന്നുവെങ്കിലും ചുമതലകളെല്ലാം നിർവഹിക്കുന്നത് ഞാനാണ്. പപ്പയോടൊപ്പം രാവിലെ ദൈവാലയത്തിൽ പോകും, പപ്പ അവിടെ കിടക്കും, ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ദൈവാലയവുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളിൽ പപ്പ ഡീക്കനായിരുന്നു. അപ്പോൾ ആ വാർഡിലെ മാസോരി കാർഡ് കൊടുക്കുക, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുക, ഇതെല്ലാം എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഇടവകയിലെ ആയിരുന്ന കാലാകാലങ്ങളിൽ നിന്ന പുരോഹിതന്മാർ അവരുടെ ജീവിതത്തിൻ്റെ ലാളിത്യങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെതായ മൂല്യങ്ങൾ, ഇതൊക്കെ എന്നിലൊരു വലിയ സ്വാധീനമായിരുന്നു എന്നതാണ്. ഇക്കാരണങ്ങളാലൊക്കെ ഒരു വൈദികനാകണമെന്ന ഒരു ആഗ്രഹം, ഞാൻ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മറ്റൊരു തൊഴിലിനെക്കുറിച്ചോ ഒരു ജോലി സാധ്യതയെക്കുറിച്ചോ ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഈ അച്ഛനോട് ഈ കാര്യം പറയുമ്പോൾ അച്ഛൻ എന്നെ ഒരു മകനെ പോലെ തന്നെ വളരെ സ്നേഹത്തോടെ അതിൻ്റെ ഉപദേശങ്ങൾ നൽകുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തു. അങ്ങനെ ഞാൻ 2001 BD പ്രവേശനായി തീരുകയുണ്ടായി. ആ സമയത്തും ഞാൻ വെറ്റില കൃഷിയും അതോടൊപ്പം തന്നെ ടാപ്പിംഗ് തൊഴിലും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 3 വർഷക്കാലത്തെ പ്രവേശം വീഴിലെ എൻ്റെ സഹോദരിമാരെ അയച്ചതിൻ്റെ കടബാധ്യതകൾ തീർക്കുന്നതിനും എൻ്റെ ഇളയ സഹോദരിയുടെ വിവാഹം നടത്തുന്നതിനും സാധിച്ചു. തുടർന്ന് 2004 ഞാൻ സെമിനാരി വിദ്യാഭ്യാസത്തിലേക്ക് കടന്നുപോയി. സെമിനാരി വിദ്യാഭ്യാസത്തിൻ്റെ കാലം ഞാൻ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ദക്ഷിണകേരള മഹായിടവകയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ശനിയും ഞായറും ദിവസങ്ങളിൽ ഭവനങ്ങളിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പലപ്പോഴും പോകാറില്ല. കാരണം എനിക്ക് പോകാൻ ഒരു ഇടമില്ല എന്നതാണ്. എൻ്റെ അമ്മയെ എൻ്റെ മൂത്ത സഹോദരിയുടെ ഭവനത്തിൽ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി വീണ്ടും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ 2008 സെമിനാരി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് തുടർന്ന് 2008 എൻ്റെ വിവാഹം, 2009 എൻ്റെ വൈദിക ബോധകാഭിഷേകം, തുടർന്ന് പല സഭകളിലായിട്ട് ശുശ്രൂഷ ചെയ്ത് ഈ ഇടവകയിലെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം തമ്പുരാന് കൃപ നൽകുന്നു. ഇതിലൊക്കെ ഞാൻ ഓർക്കുന്നത്, ഞാൻ യാതൊരുവിധമായ കഴിവുകളുമുള്ള വ്യക്തിയല്ല, ഒരുപാട് പരിമിതികളുള്ള ഒരു മനുഷ്യനാണ്. നമ്മുടെ പ്രസിഡൻ്റായിരുന്ന KR നാരായണൻ എന്ന വ്യക്തിയുടെ വാക്കുകളാണ് എനിക്ക് പലപ്പോഴും ഓർമ്മയിൽ വരുന്നത്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ ഈ വളർച്ചയുടെ പിന്നിൽ എന്തോ ഒരു ശക്തി എൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന്. തീർച്ചയായിട്ട് ഞാനത് മനസ്സിലാക്കുന്നത് എൻ്റെ ഈ ശുശ്രൂഷാ ജീവിതത്തിലേക്കും ദൈവത്തിൻ്റെതായ ആ വലിയ വിളി തിരിച്ചറിയാനുള്ള ഒരു കൃപയും ലഭ്യമായത് ദൈവത്തിൻ്റെ ദിവ്യമായ ഇടപെടൽ, ദൈവത്തിൻ്റെ ദിവ്യമായ ഒരു കരുതൽ, അതല്ലാതെ അവകാശപ്പെടാനായിട്ട് യാതൊന്നും ഇല്ല. വൈദിക പഠനത്തിന് ഏറ്റവും സെക്കുലർ വിദ്യാഭ്യാസം നിർബന്ധമായി വച്ചിട്ടുണ്ട്. എന്നാലത് വേണം എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. കാരണം
നമുക്ക് വേദപുസ്തകം പഠിക്കുന്നതിനും അതിനെ അതിൻ്റേതായ അർത്ഥത്തിൽ ഗ്രഹിക്കുന്നതിനും ഇതര വിദ്യാഭ്യാസങ്ങൾ നമ്മെ സഹായിക്കും. പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ ഒരു നല്ല തിയോളജനായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഇന്നും ഹൃദയങ്ങളെ സ്പർശിക്കുന്നതാണെന്നും ആ കാലഘട്ടത്തിലും ഒരുപാട് പേരെ സ്വാധീനിക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. അതിൻ്റെ കാരണം പൗലോസ് യവന ഭാഷയിൽ, യവന സംസ്കാരത്തിൽ, റോമൻ ഭാഷ ഇതെല്ലാം നന്നായി പ്രാവീണ്യം നേടുകയും ഒരുപാട് ചിന്തിക്കുകയും എഴുതുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ദൈവശാസ്ത്രം രൂപപ്പെടുത്തുന്നതിനും ദൈവത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രബോധിപ്പിക്കുന്നതിനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഈ എവിടെയെങ്കിലും ക്രിസ്തീയ ശുശ്രൂഷകർക്ക് പരാജയങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ പലപ്പോഴും ടീച്ചിങ്ങിനെ സംബന്ധിച്ച്, പ്രബോധനങ്ങളെ സംബന്ധിച്ച ഒരു അവഹേളനങ്ങൾ സംഭവിക്കുന്നതിനുള്ള കാരണം ശരിയായ അറിവില്ലായ്മയാണ്. അതുകൊണ്ട് സഭാവ്യത്യാസമില്ലാതെ എല്ലാവരും നന്നായി സെക്കുലർ വിദ്യാഭ്യാസം ചെയ്യുകയും സെമിനാരി വിദ്യാഭ്യാസങ്ങൾ, വൈദിക വിദ്യാഭ്യാസങ്ങൾ നേടുകയും ചെയ്യുക എന്നത് ഒരു പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒരു പഴയ കാലത്തിൽ എന്നേക്കാൾ ഭക്തന്മാരായ വ്യക്തികൾ, ഉപദേശിമാർ, ശുശ്രൂഷകർ, അവർ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെതായ ഒരു കൃപയും ദാനവുമാണ്. അതിനെ നിഷേധിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ വിദ്യാഭ്യാസം ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമാണ് എന്നതാണ് എൻ്റെ ഒരു ബോധ്യം. ഒരു വൈദികനെന്ന എൻ്റെ ജീവിത പ്രയാണത്തിൽ സത്യത്തിൽ രൂപാന്തരത്തിൻ്റെ ഒരു പ്രയാണം എന്ന് അസന്നിഗ്ധമായി പറയാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് കുറവുകളുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഓരോ ദൈവവചനവും പ്രിപ്പയർ ചെയ്യുമ്പോൾ, പ്രസംഗത്തിനായിട്ട് തയ്യാറാകുമ്പോൾ ഇത് എന്നോടുള്ളതായ ദൈവവചനമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. പലപ്പോഴും ദൈവവചനം പ്രസംഗിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ഞാൻ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് അറിയുന്നതും ആ ആഴങ്ങളിലേക്ക് എനിക്ക് എൻ്റെ കണ്ണ് തുറക്കപ്പെടുകയും ചെയ്യുന്നത്. ഞാൻ ഇതുവരെയുള്ള, ഞാൻ പറഞ്ഞല്ലോ 2001 മുതലുള്ള ഈ 22 വർഷക്കാലത്തെ ജീവിതത്തിൽ നോക്കുമ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ആത്മീക ദർശനങ്ങളല്ല ഇന്ന് എൻ്റെ ആത്മീക ദർശനങ്ങൾ. അന്നത്തെ ആത്മീക ബോധ്യങ്ങളെക്കാളും കുറച്ചുകൂടെ ദൈവത്തോടുകൂടെ അടുക്കാനും കുറച്ച് ദൈവത്തെ ഭയപ്പെടാനും ഒരുപക്ഷെ ഒരു ശുശ്രൂഷ എന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം കണ്ടിരുന്നതാണ്. എന്നാൽ ഇന്ന് അത് ജീവിതത്തിൻ്റെ സർവസ്വവുമാണ് എന്ന ഒരു തിരിച്ചറിവ് എനിക്ക് ലഭ്യമാകുന്നുണ്ട്. ഇന്നും ഞാൻ കുറവുകളുള്ള ഒരു മനുഷ്യനാണ്. ഒത്തിരി ഞാൻ 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഭക്തന്മാരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് അത്രത്തോളം കഴിയുന്നില്ലല്ലോ, അത് സാധിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഞാനൊരു ശുശ്രൂഷ ജീവിതത്തിലെ ഒരു രൂപാന്തരത്തിൻ്റെ പ്രയാണത്തിൻ്റെ മധ്യയാണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ വർഷത്തെയും ഉടമ്പടിയുടെ ആരംഭത്തിൽ ദൈവവിശ്വാസികൾ ഏറ്റുചൊല്ലുന്ന ഒന്നുണ്ട്, കർത്താവിന് ചെയ്യാൻ നിരവധിയായ ശുശ്രൂഷകളുണ്ട് എന്ന്. ഒരു ദൈവജനം എന്ന നിലയിൽ എല്ലാവർക്കും അവരവരുടേതായ ദൈവവിളിയുണ്ട്, അവരവരുടേതായ തലങ്ങളിൽ. പക്ഷേ അവരവരുടെ തലങ്ങളെ ഇത് ദൈവവിളിയാണെന്ന് തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായ സംഗതി. അങ്ങനെ തിരിച്ചറിയുമ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിന് എന്നതുപോലെ പൂർണ്ണ മനസ്സോടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ 1-2 ചിത്രങ്ങൾ ഓർമ്മ വരികയാണ്. ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് അത്യാഹിത വിഭാഗത്തിലായിരിക്കുമ്പോൾ അവിടെ അത്യാഹിത വിഭാഗം നല്ല തിരക്കാണ്. MDക്ക് പഠിക്കുന്ന ഡോക്ടർമാരാണ് അതിൽ പ്രധാനമായിട്ടൊക്കെ ഇങ്ങനെ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ അദ്ദേഹം
ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാനോ മറ്റെന്തോ അത്യാവശ്യത്തിന് വേണ്ടി എണീക്കുമ്പോഴേ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കുറച്ച് രോഗികൾ പിന്നാലെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം എണീറ്റ് ആ നിൽക്കുന്ന സമയത്ത് തന്നെ രോഗികളെ നോക്കുന്നു, വേണ്ട നിർദ്ദേശം കൊടുക്കുന്നു. അദ്ദേഹം നടക്കുന്നു, അതിൻ്റെ പിന്നാലെ രോഗികൾ പോകുന്നു. അപ്പോൾ അതേ ശുശ്രൂഷ ചെയ്യുന്നു. യാതൊരു വിധത്തിലുള്ള അക്ഷോഭ്യനാകാതെ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഒരു സംഗതി എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഒരു ആയുർവേദ ഡോക്ടർ അവർ ഉച്ചവരെ ഹോസ്പിറ്റലിലിരിക്കുകയും ഉച്ചയ്ക്ക് ശേഷം തൻ്റെ പരിചയത്തിലുള്ള പേഷ്യൻ്റെ ഭവനങ്ങളിൽ പോയി എണ്ണയൊക്കെ ഇട്ട് അവരെ ശുശ്രൂഷിക്കുകയും ഇത് പ്രതിഫല ഇച്ഛ കൂടാതെ ചെയ്യുന്നതായ ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ഇത് തങ്ങളുടേതായ ഉത്തരവാദിത്വത്തെക്കാൾ അപ്പുറമായിട്ട് അത് ഒരു ദൈവിക ശുശ്രൂഷയാണ്, ദൈവവിളിയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതായ ഒരു ശുശ്രൂഷയായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. കർത്താവ് എപ്പോഴും അധികം ആഗ്രഹിക്കുന്നു എന്നതാണ്. കർത്താവ് പറഞ്ഞു, ഒരു നാഴിക ദൂരം സഞ്ചരിക്കാനായിട്ട് മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ചാൽ നിങ്ങൾ 2 നാഴിക ദൂരം സഞ്ചരിപ്പിൻ. ഉടുപ്പ് ഒരാൾ ചോദിച്ചാൽ പുതപ്പും കൂടെ വിട്ടുകൊടുക്കുവിൻ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവവിളിയുടെ തലങ്ങൾ ഏത് തന്നെയായിരുന്നാലും അധികം ചെയ്യാനായിട്ട്, ഇത് കർത്താവിന് വേണ്ടി എന്ന ബോധ്യത്തോടുകൂടെ ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ടും നമ്മെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വസ്തയോടുകൂടെ ജീവിക്കാനായിട്ടും സാധിക്കും. ഒരു വൈദികൻ എന്ന നിലയിൽ ഈ ശുശ്രൂഷയെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ദൈവത്തിൻ്റെ ആശ്വാസം അരുളാൻ, ദൈവത്തിൻ്റെ ശബ്ദമായി തീരാനായിട്ട് എനിക്ക് സാധിച്ചു എന്നതാണ്. ഞാൻ എൻ്റെ സെമിനാരി വിദ്യാഭ്യാസത്തിൻ്റെ മധ്യത്തിൽ എനിക്ക് തെളിഞ്ഞു വന്ന ഒരു ബോധ്യമാണ്, ദൈവം ജീവിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഒരു വൈദികൻ. കാരണം ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ, ആശ്വാസത്തിൻ്റെ ശുശ്രൂഷ ഒക്കെ നിർവഹിക്കുന്നത് മുന്നിൽ നിന്ന് ഒരു വൈദികനാണ്. ആ വിധത്തിൽ ഞാൻ നോക്കിക്കാണുമ്പോൾ ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഭവന വിസിറ്റിൻ്റെ മധ്യത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് അവർ. അപ്പോൾ എന്നോട് ഒരു കയറ് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അവർ പറഞ്ഞു, അച്ഛാ, ഞാൻ മരിക്കാനായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ ഒരു കയറാണിത് എന്ന്. അപ്പോൾ അവരെ എനിക്ക് ജീവിതത്തെ പ്രതീക്ഷയോടുകൂടെ നോക്കിക്കാണുന്നതിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. മാത്രവുമല്ല, ഒത്തിരി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അനേക അമ്മമാർക്ക് പിതാക്കന്മാർക്കൊക്കെ ആശ്വാസം, സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം അരുളാനായിട്ട് ദൈവം തമ്പുരാൻ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഭവന സന്ദർശനം ഒരുപാട് സമയമെടുത്ത് നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പെട്ടെന്ന് പോയി പ്രാർത്ഥിച്ചിറങ്ങുന്ന ഒരു ശീലം എനിക്കില്ല. ഞാൻ തന്നെ അങ്ങോട്ട് വിഷയങ്ങൾ ചോദിച്ച് പരമാവധി അവരുമായി സമയം ചിലവഴിച്ച് അപ്പോഴാണ് അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ സങ്കടങ്ങളും ഭാരങ്ങളുമൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഏത് ഇടവകയിൽ ഞാനിരുന്നാലും അമ്മമാർ, പിതാക്കന്മാർ എന്നെ ഒരു ശുശ്രൂഷകനായി കാണുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് മകനെ എന്നുള്ള അഭിസംബോധനയോടെ, അല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരൻ എന്ന നിലയിലാണ് എന്നെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേർക്ക് ജീവൻ്റെ വഴി തെളിച്ചു കൊടുക്കാനായിട്ട്, ഒത്തിരി പേർക്ക് ദൈവത്തിൻ്റെ ആശ്വാസമായി തീരാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഇതെല്ലാം ദൈവം നൽകിയ കൃപയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണ് ഹന്നയുടെ പ്രാർത്ഥന. ഹന്ന ദൈവാലയത്തിൽ ചെന്ന് തൻ്റെ ആവലാതികൾ സമർപ്പിക്കുകയും ദൈവസന്നിധിയിൽ സമ്പൂർണമായ ഒരു സമർപ്പണമായ ആ പ്രാർത്ഥന രൂപാന്തരപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ ഹന്നയുടെ പ്രാർത്ഥന എന്തൊക്കെ അവൾ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഞാനതിനെ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്, ഹന്ന ദൈവസന്നിധിയിൽ ചെന്ന് നെടുവീർപ്പെടുകയായിരുന്നു. നമ്മുടെ എല്ലാ നെടുവീർപ്പുകളെയും അറിയുന്നതായ ഒരു ദൈവം. എന്നാൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്ന യാതൊരു പിടിവാശയും എനിക്കില്ല. അത് കർത്താവ് തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം തിരുഹിതപ്രകാരം കർത്താവിൻ്റെ ആഗ്രഹം പറയുകയാണ്, പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണമേ എന്ന്. നമുക്കൊരു അപ്പൻ എന്ന നിലയിൽ ദൈവത്തോട്, എൻ്റെ പിതാവേ, എൻ്റെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയുന്നതിനുള്ള ഒരു പുത്രത്വത്തിൻ്റെതായ സ്വീകാര്യമുണ്ട്. എങ്കിലും
ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്നതായ ഒരു അനുഭവം. ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, എല്ലാം ഒരു പേപ്പറിൽ എഴുതി കർത്താവേ ഇതങ്ങ് ഒപ്പിട്ട് തരണമേ എന്ന് പറയുന്ന ഒരു രീതിയല്ല. ഒരു ബ്ലാങ്ക് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അവസാനം ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ മേലെ എന്തും അങ്ങ് എഴുതി ചേർത്ത് കൊള്ളുക എന്ന് സമർപ്പിക്കപ്പെടുന്ന, അങ്ങനെ ഹന്നയുടെ പ്രാർത്ഥന ഒരു തൻ്റെ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നതും ഒപ്പം ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെടുന്നതുമായ ഒരു പ്രാർത്ഥന. അതാണ് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ ആത്മിക വിചാരം. ദൈവവിളി തിരിച്ചറിയാൻ ദൈവത്തിൻ്റെതായ ഒരു നടത്തിപ്പുണ്ടാകും എന്നതാണ്. ഉദാഹരണം, ബിലയാമിൻ്റെ ജീവിതയാത്ര. ചില പിടിവാശിയുണ്ടായി ബിലയാമിന്. പക്ഷേ ആ യാത്രയിൽ ദൈവം ചില തടസ്സങ്ങളൊക്കെ വയ്ക്കുകയാണ്. ആ തടസ്സങ്ങളെ തിരിച്ചറിയാൻ കഴിയുമ്പോഴേ ദൈവത്തിൻ്റെതായ ഒരു നടത്തിപ്പ് എന്താണ്, ദൈവത്തിൻ്റെ വിളി എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതിന് ഒരു ദൈവികമായൊരു ബന്ധമുണ്ടാകുക, ഒരു ദൈവാശ്രയമുണ്ടാകുക, ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടാകുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ നടത്തിപ്പ് എന്താണ് എന്ന് ഓരോ മനുഷ്യനും ബോധ്യമാകും. ചില കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ, ചില കാര്യങ്ങളിലുള്ള ഒരു ദൈവിക നടത്തിപ്പ്, ആ നടത്തിപ്പുകൾക്കനുസരിച്ച് മുമ്പോട്ട് പോവുക എന്നതാണ്. എൻ്റെ ഭാവി ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദികനാകാൻ കഴിഞ്ഞു എന്നത് തന്നെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ സ്ഥാനങ്ങളോ മാനങ്ങളോ ഒക്കെ ഉണ്ടാകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ നാവായി പ്രവർത്തിക്കുക. എനിക്ക് പ്രവാചകന്മാരിൽ ഏറ്റവും ഇഷ്ടം നാഥാൻ പ്രവാചകനെയാണ്. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയാനുള്ള ഒരു കെൽപ്പ് ദൈവമേ എപ്പോഴും എനിക്കുണ്ടാകണമേ എന്നതാണ് ഒരാഗ്രഹം. അതോടൊപ്പം ദൈവരാജ്യ അനുഭവത്തിലേക്ക് ദൈവജനത്തെ നയിക്കുക. വിശേഷിച്ച് യുവജനങ്ങൾ, അവർക്ക് ആരാധനയോട്, വിശ്വാസ ജീവിതത്തോട് താല്പര്യമില്ലാത്ത ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ ദൈവാലയത്തിലേക്കും ആത്മീയ കാര്യങ്ങളിലേക്കുമൊക്കെ പങ്കെടുക്കാൻ ഉത്സാഹമുണ്ടാകുമാറുള്ള കർമ്മ പദ്ധതികളുണ്ടാകുക, പുതുതലമുറയെ, കുട്ടികളെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നതിനുള്ള നയപരമായ കാര്യങ്ങളുണ്ടാകുക. പലപ്പോഴും പല കാര്യങ്ങളിലും ഇടവകകളുമായിട്ടൊക്കെ ഞാൻ ഇടയാറുള്ളത് ഈ വക കാര്യങ്ങളിലാണ്. കാരണം എനിക്ക് ഒരു തലമുറയെക്കുറിച്ചുള്ളതായ ഒരു ചിന്തയുണ്ട്. ഞാൻ അത് പലപ്പോഴും ഉദാഹരിക്കുന്നതും, ഏലിയാവ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ ഇരട്ടി ശക്തിയോടുകൂടെ എലീശയെ ഏൽപ്പിച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ ദീപം അതിശക്തിയോടുകൂടെ ഏന്താൻ പറ്റുന്നതായ ഒരു തലമുറ ഉണ്ടാകുക. ആ തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും കഴിയുന്നിടത്തോളം ദൈവത്തിൻ്റെ സ്വരമായി ജീവിക്കാനായിട്ട്, ദൈവം ജീവിക്കുന്നു എന്നതിൻ്റെ അടയാളമായി പ്രവർത്തിക്കാനായിട്ട് കഴിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്.